നമസ്കാരം. ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും വെറുത്ത ഒരു ഭരണകാലമാണ് പിണറായി സർക്കാർ കേരളത്തിൽ കാഴ്ചവെച്ച 10 വർഷക്കാലം. അധികാര ദാർഷ്ട്യത്തിൽ പിണറായി സർക്കാർ കൈക്കൊണ്ട ജനദ്രോഹ നയങ്ങളെല്ലാം വരുന്ന തിരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടിയാകും. ഈ വിഷയം പാർട്ടി തന്നെ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങൾ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളുമാണ്. ശബരിമല വിവാദവും ഇതിനോടൊപ്പം കിടപിടിക്കുന്നു. CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. മുന്നണിയിലെ CPM-ന്റെ ഏകാധിപത്യപരമായ സമീപനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും രൂക്ഷമായ വിമർശനങ്ങളാണുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന കൗൺസിലാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതിനൊപ്പം തന്നെ ചില ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിഷയവും പരാജയത്തിന് കാരണമായി എന്ന റിപ്പോർട്ട് വിലയിരുത്തുന്നു. CPM-നെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിലും കൗൺസിലിലെ ചർച്ചകളിലും ഉയർന്നു വന്നത്. സർക്കാരിലും മുന്നണിയിലും CPM-ന് ഏകാധിപത്യപരമായ നിലപാടുകളാണ് ഉള്ളത് എന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നതായും ജില്ല മുതൽ സംസ്ഥാന തലം വരെയുള്ള മുന്നണി യോഗങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലോ മുന്നണിയിലോ ആരുമില്ല എന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് എന്നും സംസ്ഥാന കൗൺസിലിൽ ജില്ലാ സെക്രട്ടറിമാർ തുറന്നടിച്ചു. എക്സിക്യൂട്ടീവിലും CPM-ന് രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി അവലോകനം ചെയ്യാൻ ചേർന്ന 2 ദിവസത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. സർക്കാർ തീരുമാനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നുവെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ CPM മുൻകൈ ശ്രമിക്കുന്നില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയുടെ സാമുദായിക നേതാക്കളുമായുള്ള അമിതമായ അടുപ്പം തിരിച്ചടിയായി എന്നും എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയന് ജനപിന്തുണ ഇടിയുന്നതായി അഭിപ്രായ സർവേയും പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചത് വെറും 17.5% ആളുകൾ മാത്രമാണ്. വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേയിലാണ് പിണറായി വിജയന്റെ ജനപ്രീതി ഇടിയുന്നത് വ്യക്തമാക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൽപര്യപ്പെടുന്നത്. ശൈലജയെ 24.2% പേരാണ് അനുകൂലിക്കുന്നത്. കണ്ണൂരിൽ നിന്നുമുള്ള വനിതാ നേതാവാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജ ടീച്ചർ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും KK ശൈലജയെ മാറ്റി നിർത്തിയത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 5.8% പേർ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ വെറും 5% പേർ മാത്രമാണ് പിന്തുണച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഭർത്താവ് കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസ്. മുൻ മന്ത്രിയും ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3% പേർ പിന്തുണച്ചു. നിലവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ 2% പേർ പിന്തുണച്ചു. CPM-നുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നതായിരുന്നു അഭിപ്രായ സർവേ. മറ്റുള്ളവർ എല്ലാം തന്നെ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞവരാണ്. അതായത് 41.5% പേരും സർവേയിൽ അഭിപ്രായമില്ല, അതായത് CPM ഇനിയും ഭരണത്തിൽ വരുന്നത് താല്പര്യമില്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നവരാണ്.